എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഉണ്ടയാണ് കേട്ടോ. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഒരു ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഉരുകി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ നെയ്ക്കകത്തിട്ട് ഈ അമൃതം പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ അത് റോസ്റ്റായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിടി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് ചേർത്ത് നന്നായിട്ട് ഇതൊന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ നനവെല്ലാം ഒന്ന് മാറി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത് ശർക്കരപ്പാനിയാണ്. ഒരു അരമുറി ശർക്കരയുടെ പാനിയാണ് എടുത്തിരിക്കുന്നത്. മധുരം ഓൾറെഡി ഈ അമൃതം പൊടിക്കകത്തുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് ശർക്കരപ്പാനി ചേർത്താൽ മതിയാകും. ശർക്കരപ്പാനി അരിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കാം. നമ്മളിതിലേക്ക് ഒരു പൊടിച്ചു വച്ചിരിക്കുന്ന 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. തണുത്ത ശേഷം ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണേ.